എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പുറകിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു കയ്യൊപ്പ് അമ്മ ചാർത്തിയിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പുറകിൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പിന്നിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു കയ്യൊപ്പ് അമ്മ ചാർത്തിയിട്ടുണ്ട്. ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ കാപ്പയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു അഭിഷേകമുണ്ട്. അമ്മയുടെ തീരുമാനമാണ്. പൗരോഹിത്യം എന്നുള്ള വലിയ ദാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അത് തട്ടിമാറ്റി അകന്നു പോയപ്പോഴും ഇല്ല, വേണ്ട എന്ന് തീരുമാനിച്ച നിമിഷങ്ങളിൽ ആ പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ് ഈ പൗരോഹിത്യത്തിന് വേണ്ടി എന്നെ മെനഞ്ഞെടുത്തത് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് ലോകത്തിന്റെ എവിടെയും വിളിച്ചു പറയുവാനായിട്ട് യാതൊരു വഴിയില്ല. എന്നാ പറഞ്ഞത്, എന്റെ പൗരോഹിത്യത്തിന്റെ പുറകില് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ ഒരു കയ്യൊപ്പുണ്ട്, പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു അഭിഷേകമുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ അൽത്താരയിൽ നിൽക്കില്ല. അതുപോലെ തന്നെ ഏതൊരു പുരോഹിതൻ അൽത്താരയിലേക്ക് കടന്നു വരുന്നോ അവന്റെ എല്ലാ ജീവിതത്തിന്റെ പുറകില് അവൻ അണിഞ്ഞിരിക്കുന്ന, അവൻ നേടിയിരിക്കുന്ന ആ പൗരോഹിത്യത്തിന്റെ അഭിഷേകത്തിന്റെ പുറകില് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കണ്ണുനീരും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കയ്യൊപ്പുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പരിശുദ്ധ അമ്മയുടെ കയ്യൊപ്പുകളിൽ പതിയാത്ത, പരിശുദ്ധ അമ്മയുടെ അഭിഷേകം നിറയാത്ത ഒരു പൗരോഹിത്യം പോലും പരിശുദ്ധ കത്തോലിക്ക സഭയിലില്ല. ഇനി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റൊരു മറിയത്തിന്റെ ഇല്ലെങ്കിൽ മറ്റൊരു മറിയമായിട്ടിരിക്കുകയാണ്. മറിയത്തിന്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ പരിശുദ്ധ ജപമാലയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധ ജപമാലയെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം പരിശുദ്ധ ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കും. സാധിക്കുമെങ്കിൽ പരിശുദ്ധ മറിയത്തിന്റെ തിരുസവം വഹിച്ചുകൊണ്ട് ഈ മെറ്റത്തിന് ചുറ്റും നമുക്ക് അവസാനത്തെ രഹസ്യത്തിന് ഒരു പ്രദക്ഷിണം കൂടെ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഓരോ നന്മ നിറഞ്ഞ മറിയം എന്ന് പറയുമ്പോഴും പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളൊക്കെ വേറൊരു മറിയമായിട്ട് മാറ്റപ്പെടണം. പരിശുദ്ധ അമ്മ തിരുസഭയെ അഭിഷേകത്താൽ നിറച്ചതുപോലെ, പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തെ അഭിഷേകത്താൽ നിറച്ചതുപോലെ, ഈ പരിശുദ്ധ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൊന്നിൽ പൊതിഞ്ഞതുപോലെ ആ അഭിഷേകത്താല്, ആ ചൈതന്യത്താല് നമ്മുടെ ഹൃദയം ജ്വലിക്കണം. ആ ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന ആ അഭിഷേകമാണ് പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ദേശത്തെയും ഒക്കെ പ്രശോഭിപ്പിക്കേണ്ടത്, ചൈതന്യത്താല് നിറയ്ക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുകയും ഇന്ന് ഈ ഒക്ടോബർ മാസം ഈ നൈറ്റ് വിസിറ്റില് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത്ഭുതങ്ങളുടെ രാത്രിയായി തീരട്ടെ. 3 നിയോഗങ്ങൾ സമർപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി മുഴുവൻ 3 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, അമ്മേ മാതാവേ, ഈ രാത്രിയുടെ യാമങ്ങളിൽ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. കാനായിൽ കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പല നിമിഷങ്ങളിലും പരിശുദ്ധ മറിയമേ അമ്മ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാത്രി ഇന്ന് വരെ ഞങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള, ആരും പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത വലിയ ഒരു അത്ഭുതം ഈ രാത്രി അമ്മേ മാതാവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഈ തുകയിൽ സംഭവിക്കുവാനായിട്ട് അമ്മ ഈ രാത്രി ഞങ്ങളോടുകൂടെ ഉണർന്നിരുന്ന അമ്മയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ആശയിലേക്കും